അപ്പൊ അതേ നമ്മളങ്ങനെ 1000 ദിവസവും അതേപോലെ തന്നെ 10000 ചിരട്ട പീസും കൊണ്ട് നിലവിളക്ക് നിർമ്മിച്ച് നമ്മൾ കാണാൻ പോവാണ് കേട്ടാ. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഞാൻ ഇന്ന് നിങ്ങളൊരു നിലവിളക്ക് കാണിക്കാനായിട്ട് വന്നേക്കണ കേട്ടാ. ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്റെ ജോബി മലയാളികളിൽ ആരെങ്കിലും നിലവിളക്ക് കാണാത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ നിലവിളക്ക് ഉണ്ടല്ലോ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ നിലവിളക്ക് ഉണ്ടാക്കിയ ആളെയും അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആളോടെ നിന്ന് ചോദിക്കാട്ടാ. ഈ നിലവിളക്ക് ഉണ്ടാക്കിയ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. പേരെന്താ? പേര് അജീഷ്. അജീഷ്. ഇതാ അവിടെ വൈഫ് ഉണ്ട്. പേരെന്താ? ജീഷ്മ. ജീഷ്മ. എന്ത് ചെയ്യണം ജീഷ്മ? ഹൗസ് വൈഫാണ്. അജീഷ് എന്ത് ചെയ്യണേ? ഞാന് ഫെഡറൽ ബാങ്കിലാണ്. എവിടെ? ആലപ്പുഴയിലാണ്. ഇപ്പോ ആലപ്പുഴയിലാണ് അല്ലേ? തൃശ്ശൂരായിരുന്നു. ഇവിടെ നിന്ന് പ്രൊമോഷൻ ആയിട്ട് അങ്ങനെ കിട്ടി പോയതാണ്. മാറിയില്ലേ? നമ്മുടെ ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലല്ലേ? തൃശ്ശൂർ ജില്ലയില് പനമുക്കാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു നിലവിളക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷെ മലയാളികളും ഇങ്ങനത്തെ ഒരു നിലവിളക്ക് കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് ഇങ്ങനെ ഒരു നിലവിളക്ക് ഉണ്ടാക്കാനായിട്ടൊരു തോന്നാൻ കാരണം? അതിങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കി പല ശില്പങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വലുപ്പത്തിൽ ഒരെണ്ണം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പണിത് തുടങ്ങിയപ്പോഴാണ് ഓരോ ഐഡിയകൾ നമുക്ക് ഇങ്ങനെ വന്നത്. അപ്പൊ പണിയനുസരിച്ച് നമ്മൾ അതിന്റേതായ മാറ്റങ്ങൾ വരുത്തി ഇതിനെന്ത് ചെലവ് വന്നിട്ടുണ്ടാവും? ചെലവ് എനിക്ക് അധികം പണിയാണ് മെയിനായിട്ട്. ചെലവ് അധികം ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഒരു 1000 രൂപയുടെ താഴെയൊക്കെ കൂട്ടിയാൽ മതി. അതെ അല്ലെ? ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഒരു 3-3.5 വർഷത്തോളം ആയിട്ടുണ്ടാവും. കാരണം 3.5 വർഷമായിട്ട് ഈ ഒരു നിലവിളക്കിന്റെ പുറകെയാണ്. അതെ, ജോലി കഴിഞ്ഞു വന്ന് ബാക്കിയുള്ള സമയത്ത് കുറച്ച് സമയം ഇരുന്നിട്ടാണ് ഇത് പണിയുക. അതെ അല്ലെ? അപ്പൊ അങ്ങനെ ഇത്ര വർഷത്തോളം ഇരുന്ന് അങ്ങനെ പണിത് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സസ്പെൻസ് അങ്ങോട്ട് പൊളിക്കാം. അപ്പൊ നമ്മളിത് 1000 ദിവസവും 10000 ചിരട്ട പീസും കൊണ്ട് നിർമ്മിച്ച ആ നിലവിളക്ക് അങ്ങോട്ട് കാണാൻ പോവാണ് കേട്ടാ. എന്റെ പൊന്നോ, എന്താ അതിന്റെ ഒരു ഭംഗി നോക്കി. ദ ഹൈറ്റ്, എന്റെ പൊന്നു, അതിന്റെ ആ ഒരു ഫിനിഷിങ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ. ഗണപതിയുടെ ഒരു നല്ലൊരു നിലവിളക്കാണ്. ആഹാ, അടിപൊളി അടിപൊളി. അജീഷേ, എത്ര എന്താ പറയാ അഭിനന്ദിച്ചാലും മതിയാവില്ല എങ്ങനെ ഈ ഒരു നിലവിളക്ക്. ഇതിന് എത്ര ഹൈറ്റ് ഉണ്ട്? ഇതിപ്പോ ഒരു 6 അടിയുടെ മുകളിലുണ്ടാവും. 6 അടി മുകളിലുണ്ട് അല്ലേ? ഇത് അതിന്റെ ഒരു ഫിനിഷിങ് നോക്കി, എന്താ നോക്കിയ മിന്നാണ് കേട്ടാ. എന്ത് രസമായിക്കണേ നോക്കി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. നല്ലൊരു ക്ഷമ വേണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണിയാനായിട്ട്. അതെ അല്ലെ? ഈ ഗണപതിയിലേക്ക് തന്നെ വരാൻ കാരണം എന്താ? അതൊരു ആഗ്രഹം. ഗണപതി ആനേനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഗണപതിനെ രൂപം പണിയാന്ന് തോന്നി. പിന്നെ മയിലൊക്കെ വെച്ചിട്ടുള്ള വിളക്കുകൾ പലതും ഉണ്ട്. അത് പല ആൾക്കാരും പണിതിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു നിലവിളക്ക് ആരും ഇല്ല. കാരണം ഇത്രയും ഇതാ നോക്കിയ ഇതിന്റെ ഒരു ഹൈറ്റ് തന്നെ നോക്കി, അതിന്റെ ഒരു ഫിനിഷിങ് നോക്കിയാ കണ്ട. ഓരോ ചിരട്ട പീസുകളും ഇതേ കണ്ട നോക്കിയേ. ഇതിന്റെ എന്ത് മിനുസാ നോക്കിയാ. അപ്പൊ ഇത് എങ്ങനെയാ അത് സെറ്റ് ചെയ്തത്? അത് ആദ്യം തെർമോക്കോളിൽ ഒരു പീസ് ഇതിട്ടിട്ട് ഫ്രെയിം ഇട്ടിട്ട് അത് ചെറിയ പീസുകൾ ഒട്ടിച്ച് അത് ഗ്രൈൻഡ് ചെയ്ത് ഇത്രയും ചിരട്ടകൾ അവിടെ നിന്ന് കിട്ടി. ചിരട്ടകൾ കുറെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. അതെ, ഗീഷ്മ എത്രത്തോളം സഹായിച്ചു സത്യം പറയണോ? അഭിപ്രായം മാത്രമേ ഉള്ളൂ, പണി എടുക്കുന്നത് മുഴുവൻ. വല്ല കുറവുകൾ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരും. അത് പറഞ്ഞുതരും, തിരുത്താൻ ഒരാൾ വേണ്ട. നോക്കി, എനിക്ക് അതിന്റെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ചിരട്ടയാണ്. ഉള്ളു ചിരട്ടയാണ്. നോക്കി അതിന്റെ ഈ കോലുകളെല്ലാം ചിരട്ടകൾ. എന്റെ അപ്പൊ ഈ വയറ് നാളികേരം ചിരട്ട തന്നെ കണ്ട. ഇതൊക്കെ പല തരത്തിലുള്ള മുഖം ചെറിയൊരു നാളികേരം, കൈ വിരൽ, ഇതൊക്കെ ചെറിയ ചിരട്ട പീസാണ്. ഇതൊക്കെ എടുത്തു വെക്കാനായിട്ടുള്ള സമയമാണ്. ശൂലം ഇതാ നോക്കി, അതിന്റെ ഉള്ളിൽ പോലും എന്താ ഭംഗി നോക്കി. ഇത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല കേട്ടോ. അതിന്റെ പുറകിലും കണ്ട അദ്ദേഹം ചിരട്ടയുടെ ഒരു പീസ് ഇതിങ്ങനെ കറക്റ്റ് വെച്ചെടുത്തു. എന്റെ പൊന്നു, കലക്കി 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 അടിപൊളിയായിട്ട് കേട്ടോ. അതായത് ഇതിന്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഓരോ പീസ്, ഇതൊക്കെ നമ്മൾ എണ്ണിയിട്ടാണ് ഈ 10000 പീസ് എന്ന് പറയണത് അല്ലേ? ഇതെന്താ സംഭവം? അത് വലിയൊരു ചിരട്ട. എന്റെ പൊന്നെ, അപ്പൊ അതിനെ മറച്ചു വെച്ചു അല്ലേ? അല്ല, അത് ഉള്ളിലത്തെ ഫുൾ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അപ്പൊ ഇതൊക്കെ പീസല്ലേ? അതൊക്കെ പീസുകൾ, ഓരോ ചിരട്ടയുടെ പീസുകൾ. എന്റെ ഇത് നിങ്ങള് കൊടുക്കാനായിട്ട് എങ്ങനെ ഉണ്ടാക്കിയത്? ശരിക്കും വീട്ടിൽ വെക്കാൻ തന്നെ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. വേറെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? വേറെ ചെറിയ ശില്പങ്ങൾ കുറെ ഇരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? നടരാജുണ്ട്, കഥകളി ഉണ്ട്, വിളക്ക്, ചെറിയ വിളക്കുകളുണ്ട്, പിന്നെ പെൻസിലിന്റെ മൊണയാകുമ്പോ ഒരു നിലവിളക്കുണ്ട്. അല്ല, കലാപരമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്? അല്ല, തന്നെ ഉണ്ടാക്കി പഠിച്ചതാണ്. ഒരാളും പഠിപ്പിച്ചിട്ടില്ല, ആശാനൊന്നും ഇല്ല? ആരുമില്ല, തന്നെ ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ക്ഷമ വേണ്ട ഒരു സംഭവമാണിത്. കാരണം ഇതാ നോക്കിയ ഇതിന്റെ എത്ര കാണിച്ചാലും നമുക്ക് അത് മതിയാവണില്ല എന്നുള്ളതാണ്.
ഇനി എന്താ പറയാനുള്ളത് ഉണ്ടാക്കിയതിനെ പറ്റിയിട്ട്? ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. അത് നാലാളെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം. തീർച്ചയായിട്ടും അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ ചിരട്ട പീസുകളും വെച്ച് കൊത്തിയെടുത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. എനിക്ക് തോന്നണില്ല ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് തോന്നണില്ല. ഇതൊരു 6 വെയിറ്റ് എത്ര വരേണ്ട ഇതിന്? വെയിറ്റ് കുറവാണ്. ഒന്ന് മെല്ലെ പൊക്കിയ വെയിറ്റ് ഇത്രയുള്ളൂ. ഓ, അപ്പൊ എടുത്ത് പൊക്കാവുന്ന ഒരു സാധനമാണ് അല്ലേ? അത്രേ ഉള്ളൂ. ആഹാ, ഇതാ കണ്ട, ഇതൊരു മുളയുടെ കഷ്ണാണ്. ഇതെങ്ങനെയാ എവിടെ ഇതിന്റെ കഥ എന്ന് പറഞ്ഞേ? ഇത് ഞങ്ങള് വലപ്പാട് ബീച്ച്